ഇരുട്ടിലെ താലി ഭാഗം 4. വരമ്പിൽ കൂടി ചെറിയ പുല്ലുകൾ പറിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ഇടിവെട്ടിയത്. ആ നിമിഷം തന്നെ ഞാൻ റാമിനെ അറിയാതൊന്ന് കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആ നിമിഷം റാമിനെ അതിശയത്തോടെ നോക്കി. എന്താ, എന്തുപറ്റി? അത് അത് ഇടിവെട്ടി, ഞാനൊരു ചമ്മലോടെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാനത് പറയുമ്പോൾ റാം എന്നെ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നില്ല്, ഞാൻ പണിക്കാർക്ക് കാശ് കൊടുത്തിട്ട് വരാം. മുൻപ് ഇടിവെട്ടുന്ന സമയത്ത് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടക്കാറ്. ആ ഓർമ്മയിലാണ് ഞാനിപ്പോൾ കെട്ടിപ്പിടിച്ചതും. പക്ഷേ റാം പണിക്കാർക്ക് കൂലി കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പകുതി എത്തിയപ്പോൾ മഴ പെയ്തു തുടങ്ങി. ഞാൻ എങ്ങോട്ടോടണം എന്നറിയാതെ അവിടെ തന്നെ നിൽക്കുമ്പോൾ റാം കൈവിരൽ ചൂണ്ടി ദൂരേക്ക് കാണിച്ചു. അവിടെ ഒരു കുഞ്ഞ് ഏർമാടം പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. ആ നിമിഷം തന്നെ ഞാൻ അവിടേക്ക് ഓടി. പിന്നാലെ റാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും മഴ പകുതിയും നനഞ്ഞിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ഇടികൂടി വെട്ടി. അതിന്റെ ഒച്ച പറയുന്നതിലും ഭയങ്കരമായിരുന്നു. ഞാൻ വീണ്ടും ഒന്ന് നല്ലപോലെ പേടിച്ചു. മുമ്പിൽ നിൽക്കുന്ന റാമിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. റാം ഒന്നും പറയാതെ ആ നിമിഷം ഒരു ഇളം പൈതലിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ എന്നെയും ചേർത്ത് പിടിച്ചു. ഞാൻ ആ നിമിഷം ഒരു വെപ്രാളത്തോടെ അയാളുടെ നെഞ്ചിൽ തലവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ റാമിന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി ഞാൻ പുറത്തേക്ക് നോക്കി. സമയം ഒരുപാട് ഇരുട്ടിയതുപോലെ എനിക്ക് തോന്നി. അതോ ഇനി കാർമേഘങ്ങൾ മൂടിക്കെട്ടി കിടക്കുകയാണോ? ഞാൻ റാമിന്റെ അടുക്കൽ നിന്ന് കുറച്ച് അകലെ മാറി നിന്നു. ശേഷം എന്റെ ചുരിദാറിന്റെ ഷോൾ അയാൾക്ക് നേരെ നീട്ടി. തല നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്, ഒന്ന് തുടയ്ക്കാൻ ഞാൻ പറഞ്ഞു. ആ നിമിഷം റാം എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ അയാളുടെ അടുക്കിലേക്ക് ചെന്ന് കുഞ്ഞു വിരൽ മാത്രം താഴെ ഉറപ്പിച്ചു. ശേഷം റാമിന്റെ തല തോർത്താനായി വീണ്ടും എത്തിപ്പിടിച്ചു. ചെറിയ നനവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തെറ്റി റാമിന്റെ നെഞ്ചിലേക്ക് തന്നെ വീണു. വീഴാൻ പോയ എന്നെ റാം മുറുകെ ചേർത്ത് പിടിച്ചു. സോറി, ഞാൻ അറിയാതെ. താനെന്തിനാ ഈ പറ്റാത്ത പണിക്കൊക്കെ പോകുന്നത്? റാം ആ പറഞ്ഞ വാചകം കേട്ട് എനിക്ക് നല്ലപോലെ വാശി തോന്നി. ഞാൻ റാമിന്റെ തോളിൽ എത്തിപ്പിടിച്ചുകൊണ്ട് തല ഒന്നുകൂടി ഷാൾ ഉപയോഗിച്ച് തുടച്ചു. ആ നിമിഷം ഒരു കുട്ടിക്കളി എന്ന പോലെ ഞാൻ റാമിനോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ അത് ചോദിക്കുന്ന സമയത്ത് റാം എൻ്റെ കണ്ണിൽ മാത്രം ഇമ വെട്ടാതെ നോക്കി നിന്നു. അയാളുടെ ശ്വാസം എൻ്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പ് കൂടി കൂടി വരുമ്പോൾ റാം എന്നെ അയാളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുറുകെ ചേർത്ത് പിടിച്ചു. ആ അധരങ്ങൾ എന്നിലേക്ക് അടുക്കുന്നത് പോലെ ഓരോ നിമിഷം ശ്വാസത്തിന്റെ ചൂട് കൂടിക്കൂടി വന്നു. റാം എന്ന് വെപ്രാളത്തിൽ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ അധരങ്ങൾ പരസ്പരം സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ പ്രണയത്തിന് ഇടിമിന്നലോട് കൂടിയുള്ള ഒരു മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദീർഘശ്വാസത്തിന് ശേഷം ഞാൻ പുറത്തേക്ക് കണ്ണോടിച്ചു. കാറ്റും മഴയും ഏർമാടത്തിലേക്ക് അടിച്ചു കയറി. ഉടുത്തിരുന്ന സാരി മുഴുവൻ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പെയ്യുന്ന മഴയ്ക്കെതിരായി അകത്തേക്ക് കയറി ചെല്ലുന്ന ചെറിയ കോണിൽ കാലുവെച്ച് വെള്ളം ഒലിച്ചിറങ്ങുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഇന്നിനി ഒരു തിരിച്ചുപോക്ക് നടക്കുമെന്ന് തോന്നില്ല. റാം എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ട് ചെവിയിൽ പറഞ്ഞു, അയ്യോ അതെന്താ? ഈ മഴ കണ്ടില്ലേ? ഇന്ന് നമ്മൾ തിരിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ രാത്രിയാകും. വന്ന വഴിയിൽ ഈ സമയം ആന ഇറങ്ങും. വെറുതെ ആനയുടെ ചവിട്ടുകൊണ്ട് ചാകണോ അതോ ഇവിടെ നിൽക്കുന്നോ? സപ്പോസ് ഇന്നിവിടെ നിന്ന് മഴ ഉറച്ചു പെയ്തു, ഏർമാടം എല്ലാം പൊളിഞ്ഞു വീണാലും നമ്മൾ ചത്തുപോകില്ലേ? ഞാനത് പറയുന്ന സമയത്ത് റാം പുഞ്ചിരിയോടെ ഒന്ന് മൂളി. ഏതായാലും മരണം ഉറപ്പാ. പിന്നെ ആനയുടെ ചവിട്ടുകൊണ്ട് ചാവുന്നതിനേക്കാൾ ഭേദം ഇന്നിവിടെ നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ വീട്ടിൽ വിളിച്ച് പറയണ്ടേ? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അത് കുഴപ്പമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഇവിടെ തന്നെയാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ഹോ, അപ്പോൾ ഫുൾ പ്ലാനഡ് ആണല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് അത് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. അയ്യോ, അപ്പം രാത്രി കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്ത് ചെയ്യും? അതൊരു ബുദ്ധിമുട്ടാകില്ലേ? ഹാ, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ആ ചെറിയ മൂലയിൽ ഒരു മണ്ണുളവകിന്റെ സ്റ്റൗ ഉണ്ട്. അതെടുത്ത് വെച്ചാൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോ സ്റ്റൗവും മണ്ണെണ്ണയും മാത്രം മതിയോ? ബാക്കിയുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യും? മോഷ്ടിക്കും. റാം അത് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ മുഖത്തേക്ക് നോക്കി. ആര് മോഷ്ടിക്കും? ഇയാളോ? അപ്പൊ താൻ ശരിക്കും കള്ളനായിരുന്നല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. ഹാ, അതെ, ഞാൻ ശരിക്കും കള്ളൻ തന്നെയാണ്. പക്ഷേ അന്ന് രാത്രി തന്റെ വീട്ടിൽ നിന്ന് ഒരു ഉരുപ്പടി മാത്രമേ ഞാൻ മോഷ്ടിച്ചിട്ടുള്ളൂ. അത് തനിക്കും അറിയാം, എനിക്കും അറിയാം, ശരിയല്ലേ? ഹാ, ആ മോഷ്ടിച്ച ഉരുപ്പടി കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട്? അത് കൊള്ളാവോ? ഹാ, കുഴപ്പമില്ല. പക്ഷേ ഉരുപ്പടി ഇത്തിരി മുറ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉരുക്കിയെടുക്കാൻ പറ്റില്ല. കുറച്ച് പാടാണ്. മനസ്സിലായി. അല്ല, ഇന്ന് രാത്രി എന്ത് മോഷ്ടിക്കാനാ പ്ലാൻ? കള്ളന്മാർക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഉം, ഇന്നത്തെ പ്ലാൻ തയ്യാറാക്കുന്നത് ഞാനല്ല. എൻ്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അയാളാണ് തയ്യാറാക്കുന്നത്. ഹേ, ഇവിടെ വേറെ ആരുമില്ലല്ലോ. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ? അതെ, നമ്മൾ രണ്ടുപേരും മാത്രം മതിയല്ലോ. വാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. സമയം ദേ ഒരുപാടായിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ വിശക്കുന്നു. അയ്യോ, എനിക്ക് മോഷ്ടിക്കാനൊന്നും വയ്യ.
എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ റാം തന്നെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് കോണിപ്പടി വഴി താഴേക്കിറങ്ങി. മഴ നല്ലപോലെ ഉറച്ചു പെയ്യുന്നുണ്ടായിരുന്നു. അതെ, നമുക്ക് രണ്ടുപേർക്കും നല്ലപോലെ പനി പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് രണ്ടുപേരും നല്ലപോലെ മഴ നനഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ റാമുമായിട്ട് ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. എടോ, താനിത് എങ്ങോട്ടായി പോകുന്നേ? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോ റാം. താൻ കൂടെ വന്നാൽ മതി. റാം അങ്ങനെ പറയുമ്പോൾ, അതെ, എനിക്ക് തല്ലുവല്ലം വാങ്ങിച്ചു തരുമോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഇയാൾ എൻ്റെ കൂടെയല്ലേ വരുന്നേ, പിന്നെ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ആ, അത് തന്നെ എൻ്റെ പേടി. താൻ വന്നു കയറിയത് മുതൽ എനിക്ക് കണ്ടകശിനിയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാനത് പറയുമ്പോൾ ആ ഒരു പാതിരാത്രിയിൽ ഏതൊരു കൂട്ടിക്കാട്ടിൽ രാം ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. എടോ, ഒന്ന് പതുക്കെ ചിരികെ. തൻ്റെ ഈ ആർപ്പുവിളി കേട്ട് കഴിഞ്ഞാൽ വല്ല കുറുക്കനോ കുറുനരിയോ അങ്ങനെ എന്തേലും സാധനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മോഷ്ടിക്കരുത് എന്ന് പറയാൻ മാത്രമേ എനിക്കറിയൂ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് ഒരു കപ്പ കൃഷിയുടെ അടുത്തെത്തി. ഞാൻ ആ സമയം ഉറക്കെ എന്തൊക്കെയോ റാമിനോട് പറയുന്നുണ്ടായിരുന്നു. എടോ, ഒന്ന് പതുക്കെ പറ. ദേ, അപ്പുറത്തെങ്ങാനും നമ്മളിവിടെ വന്നതങ്ങനെ അറിഞ്ഞാൽ പിന്നെ എൻ്റെയും തൻ്റെയും കഥ പിന്നെ പോക്കാണ്. റാം അത് പറയുമ്പോൾ ഞാൻ എൻ്റെ വായൊന്ന് പൊത്തിപ്പിടിച്ചു. റാം അവിടെ നിന്ന് 4 കപ്പയും കാച്ചിലും പറിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ശേഷം മിണ്ടാതെ അനങ്ങാതെ നടന്നോളാൻ പറഞ്ഞു. ഞാൻ മിണ്ടാതെ മെല്ലെ മെല്ലെ റാമിന് പിന്നാലെ ഞാൻ നടന്നു. ആ നിമിഷം പണ്ടെപ്പോഴോ അമ്മയ്ക്കൊപ്പം ഇരുട്ട് സമയത്ത് പിന്നാലെ നടന്ന കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഇടയ്ക്ക് ചാടിയും ഓടിയും ഞങ്ങൾ രണ്ടുപേരും തിരികെ ഏർമാടത്തിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ കയ്യിൽ പറിച്ചു തന്ന കാന്താരിയും പിന്നെ കാച്ചിലും ഞാനൊരു മൂലയിൽ കൊണ്ടുപോയി വെച്ചു. കപ്പ മുഴുവൻ റാമിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഒഴുകുന്ന മഴവെള്ളത്തിൽ അത് നന്നായി കഴുകിയ ശേഷം മൂലയ്ക്ക് വെച്ച മണ്ണെണ്ണ സ്റ്റൗവിൽ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വെച്ച് റാം അത് പുഴുങ്ങിയെടുത്തു. നല്ല ചൂട് കപ്പയും കാച്ചിൽ പുഴുങ്ങിയതും പിന്നെ മുളകുടച്ചതും അത് തന്നെയായിരുന്നു കോമ്പിനേഷൻ. അതിന് കൂട്ടിന് 2 ഗ്ലാസ് കട്ടനും കൂടി ചേർന്നപ്പോൾ അത്താഴം കുശാലായി മാറി. എല്ലാം കഴിച്ചു കഴിഞ്ഞ് മഴവെള്ളത്തിൽ കൈയും കഴുകി ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ മഴ കണ്ടങ്ങനെയിരുന്നു. ആ നിമിഷം റാമിന്റെ തൊട്ടരികിൽ വന്നിരുന്നു. എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയം മണ്ണെണ്ണ വിളക്കിന്റെ ചൂടിലേക്ക് മെല്ലെ കാല് നീട്ടിവെച്ചിരുന്നു. റാം എൻ്റെ കാലിൽ പെരുവിരൽ മാത്രം ഒന്ന് പിടിച്ചു. അത് മൃദുവായി ഒന്ന് നുള്ളുമ്പോൾ ഞാൻ കാല് ചെറുതായി ഒന്ന് വലിച്ചു. റാം മുറുകെ പിടിച്ച എൻ്റെ കാൽവെള്ളയിലൂടെ മെല്ലെ മെല്ലെ വിരൽ ചലിപ്പിച്ചു. ആ നിമിഷം എൻ്റെ ശരീരം മുഴുവനായി കുളിര് കോരുന്നുണ്ടായിരുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ റാം കുറച്ചുകൂടി എൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ആ തണുപ്പിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൽ രണ്ടാമത്തെ മഴയുടെ തുടക്കമായിരുന്നു. അതിൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഇടിമുഴക്കം കൂടിയായപ്പോൾ ഞാൻ റാമിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മെല്ലെ മെല്ലെ എൻ്റെ തല റാമിൻ്റെ മടിയിലേക്ക് വെച്ചു. റാമിൻ്റെ വിരലുകൾ എൻ്റെ മുടിയിണകൾക്കിടയിലൂടെ ചലിച്ചു. ആ നിമിഷം തന്നെ ഞാൻ അറിയാതെ കണ്ണുകൾ അടച്ചു. ശേഷം ഞാൻ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ റാം എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു കുട്ടിക്കളി എന്ന പോലെ റാമിൻ്റെ ഊശാന്താടിയിലെ 1-2 രോമങ്ങൾ മാത്രം ഒന്ന് പിടിച്ചു വലിച്ചു. അതിൽ ചെറിയ വേദനയുണ്ടെങ്കിലും അതൊരു മധുരമുള്ള വേദനയാണെന്ന് എനിക്ക് തോന്നി. ഈ ഒരു കഥയുടെ അവസാന ഭാഗം, അതായത് 5ാമത്തെ ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും എന്നെ കേട്ട, എൻ്റെ കഥകൾ കേട്ട എല്ലാവർക്കും നന്ദി.